ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഹൈക്കിങ്ങിനാണ്. ബജ്ജിലാണ് ഞങ്ങൾ ഹൈക്കിങ്ങിന് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി കാണും. അല്ലേ? How are you? ഗുഡ്. ഹലോ. Today we're gonna go for a trip and we're gonna change mood. Yeah. Gonna be Enjoy. very happy. Yes. അലി. ഏകദേശം 4:30 ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. 5 പേരാണ് ട്രിപ്പിനുള്ളത്. ഞാൻ, റോമിയോ, അലി, അബ്ദുറഹ്മാൻ, സുഖദേവ്. അലിയും അബ്ദുറഹ്മാനും സൗദികളാണ്, സുഖദേവ് ബംഗ്ലാദേശും. ഞങ്ങളുടെ ടീമിലെ ബാക്കിയുള്ള മിക്ക ആൾക്കാരും ഈദായിട്ട് വെക്കേഷനിലായിരുന്നു. പിന്നെ പോകുന്ന വഴി ആസ് യൂഷ്വൽ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് പോയത്. ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ തോട്ടമുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക്. 2 സൈഡും മലകളും നടുവിലൂടെ ഒരു റോഡും. നേരം വെളുക്കാത്തതുകൊണ്ട് പക്ഷേ ക്യാമറയിലൊന്നും കിട്ടിയിട്ടില്ല. അത് ഞങ്ങളിങ്ങനെ പാൽ പിടിക്കാൻ വേണ്ടി കടയിൽ നിർത്തുകയാണ് ഇടയ്ക്ക് വെച്ച്. മിൽക്ക്. ഇത് പാലാണോ? അങ്ങനെ പാലും ഐസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായി. ഇതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. റോഡ് ഇവിടെ അവസാനിച്ചു. ചുറ്റും മല. ശേഷം അൺലോഡിംഗ് വർക്ക്. മുഷ്കിൽ नहीं. يلا صورة ഫുൾ സെറ്റപ്പ് ആണല്ലേ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ റോഡ് അവസാനിച്ചു. വെളുപ്പായ രാവിലെ എത്ര മണിയായി? 5:45 സ്നാക്സ് കഴിക്കുന്നല്ലേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വിചാരിച്ചു. അങ്ങോട്ട് നല്ല സ്പോട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പൊ വെച്ചിരിക്കുന്നത് തന്നെ സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. Spoon. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. മുട്ടയും ഹോട്ട് ഡോഗ് ആയിരുന്നു മെയിൻ. പിന്നെ കുബൂസ് ഉണ്ടായിരുന്നു. പിന്നെ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇവിടുത്തെ മുകളിൽ നിന്നെടുത്ത വീഡിയോസൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ആ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇപ്പൊ പ്രോപ്പറായിട്ട് ഹൈക്കിങ്ങിന് സെറ്റപ്പ് ഉള്ള അബ്ദുൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഓക്കെ. Habibi, welcome to Dubai. സോ നമ്മളെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഓക്കെ, You need? هذا سهل والله. മട്ടുകാട്ടം. ഡേഞ്ചർ. Be careful, guys. Sorry, you are one team. We'll go together. ഇനി 3 മണിക്കൂർ നടക്കണം. 3 മണിക്കൂർ. Right, bro? 3 hours, right? Yeah. 3 hours. ഇതുവഴി കറങ്ങി അതിന്റെ അപ്പുറം പോകുന്നത്. ഇതുവഴി കറങ്ങി നമ്മൾ നേരെ ആ മലയുടെ മുകളിലോട്ട് പോവാ. അങ്ങോട്ട് പോയി നമ്മള് ഏകദേശം 3 മണിക്കൂറത്തെ ട്രിപ്പാണ്. ഹൈക്കിംഗ് ജിമ്മി പോണ്ടേ ഇനിയിപ്പോ. അതാ ഉള്ള വർക്കൗട്ട് മൊത്തം കൂടെ ചെയ്യുന്നുണ്ട്. ഒരു രസമുണ്ട്. അത് പ്രത്യേക രസമുണ്ട്. എന്തോ ഒരു പേര് പറയാം കേട്ടോ, ഈ മറന്നുപോയി. എന്തോ സ്റ്റോൺ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വീട്ടിലായിരുന്നു. അത് എന്താ സ്റ്റോൺ ഷിപ്പോ അങ്ങനെ എന്തോ ഒരു മലയുടെ പേരാണ് പറഞ്ഞത്. എന്തോ ഒരു ഇതുണ്ട്. ഓക്കെ ആണേ. സത്യം പറഞ്ഞാൽ ഹൈക്കിങ്ങിന് ഫുൾ സെറ്റപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ബോട്ടിൽ, ബാഗ്സ്, കമ്പ്, ക്യാപ്പ് എല്ലാം വേണ്ടേ. ഈ സംഭവം നമ്മളില്ല. നമ്മൾ പാവപ്പെട്ട ഹൈക്കിങ്ങാണ്. കാലൊരു ഷൂ, കയ്യിലൊരു കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഹൈക്കിംഗ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് 3 മണിക്കൂർ ഇത്രയും ലോങ്ങായിട്ട് നടക്കുന്നത്. നമുക്ക് നമ്മുടെ ഗൈഡിൽ നിന്നും വാണിംഗ് കിട്ടിയിരിക്കുകയാണ്, പാമ്പുകളുണ്ട്. നമ്മുടെ ഗൈഡിൽ നിന്ന് വാങ്ങി കിട്ടി. ബി കെയർഫുൾ ഫ്രം സ്നേക്ക്. ഇത് കൊള്ളാം. ഓക്കെ, നൈസ്. ഹായ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ മല കയറ്റം സ്റ്റാർട്ട് ചെയ്തു. അപ്പം മല കയറി തുടങ്ങിയാണ് നമ്മൾ. ഇത്രയും നേരം ഫ്ലാറ്റുള്ള ഏരിയ ആയിരുന്നു. ഒരു കേവ് ആണ് സംഭവം കേട്ടോ. കൊള്ളാം അല്ലേ സംഭവങ്ങളൊക്കെ. സോ ഇനി നമ്മൾ ഈ മല കയറി ഉണ്ട്. ഇനി ഒരു പോകുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഒരു ഷെല്ലല്ലേ, ചെറിയൊരു ഗുഹ. പിന്നെ ഈ പൂരൊന്നും തൊടണ്ടെന്നാണ്, ഈ ചെറിയ മുള്ളുള്ള സംഭവമാണ്, ഇതൊന്നും തൊടണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് അബ്ദുറഹ്മാൻ പറഞ്ഞത്. ഒരു പൂവ് എന്നതിനകത്ത് മുള്ളുണ്ട്, അതൊന്നും തൊടണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിഷം ഉണ്ടായിരിക്കാം, അറിയത്തില്ല. ഈ സ്പോട്ട് കൊള്ളാം ഗൈസ്, കാണിച്ചു തരാം. Yeah, we need to take photo also. സൂപ്പർ സാധനം. അതിൻ്റെ ആ ഷേപ്പ് കണ്ടില്ലേ അല്ലേ, അടിപൊളി ഷേപ്പ്. അക്കൗണ്ട് Nice, right? Yeah, very nice. This water going from here down. See, this all water, but now it's dry. It's coming with the rain. So now no water? No water. I have water. You need? നമ്മള് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു അരുവി കിടന്ന സംഭവം കണ്ടു. അത് മഴ പെയ്യുമ്പോഴാണ്. Enjoy. Yeah. യെസ് യെസ്. അപ്പൊ ഇപ്പം വേനൽക്കാലമായിക്കൊണ്ട് കൂടുതലായിക്കൊണ്ട് അതില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പറ്റി കിടക്കുക.
ഇവിടെ അരുവി പോസിബിൾ ആണോ? പക്ഷെ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോസ് നോക്കിയപ്പോഴേക്കും ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ? സംഭവം മഴ പെയ്യുന്ന സമയത്താണ് നമുക്ക് മെയിൻ, അല്ലാതെ വേറെ സോഴ്സ് ഇല്ല വരാനായിട്ട്. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് അരുവി കണക്ക് വെള്ളം മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. പക്ഷെ ഇപ്പം ഡ്രൈ ആയി കിടക്കുവാണ്. 1 hour, right? Walking. യെസ് സാറാണ് 1 hour. 1 hour. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇത് നമ്മുടെ ആടില്ലേ, ആടിൻ്റെ കാല. സംഭവം ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചുകൊണ്ടിട്ടത്, ഇല്ലാന്നെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നത് മന്ത്രവാദം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. കാരണം ഇങ്ങനെ മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ ചിലർ ഇങ്ങനെയുള്ള ഈ മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതാണ് പുള്ളിക്കാരൻ അടുത്ത് പറഞ്ഞത്. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് 3 മണിക്കൂർ ട്രക്കിംഗ്, അതായത് ഹൈക്കിങ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ ഭയങ്കരമായിട്ട് വന്നു. പിന്നെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് 2 മണിക്കൂർ ഏകദേശം ഹൈക്കിങ് ചെയ്ത് പിന്നെ താഴോട്ട് ഇറങ്ങി. വെയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു മേലോട്ട് കയറുന്തോറും. അതുമല്ല ഫോണിൽ ചാർജൊക്കെ തീർന്ന് ഏകദേശം ഫോൺ ഓഫായി. അതുകൊണ്ട് തന്നെ മേളത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. താഴെ വന്നതിന് ശേഷം പവർ ബാങ്കിൽ കുത്തി ചാർജ് ചെയ്തപ്പോൾ താഴോട്ട് വന്നു. കുറച്ച് റെസ്റ്റ്. ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങി തുടങ്ങി. 3 പേര് ഉറക്കമായി. അലിയും ഞാനും മാത്രം. ഒരു കാര്യം കാണിച്ചു തരാം. സൗദികളിൽ പോകുമ്പോൾ ഫുൾ സെറ്റപ്പെട്ടാണ് പോകുന്നത്. ഇത് അലിയുടെ ബോക്സാണ്. വേണ്ട, ഇത് കോഫി ഉണ്ടാക്കുന്ന മെഷീനാണ്. ഫുൾ സെറ്റപ്പായിട്ട് അവിടെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. മെഷീൻ ഇതാണ് നമ്മുടെ അലി അൽ നഖ്ലി. ഇത് ഫിൽറ്ററാണ്. ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യും. പിന്നീട് You need ice? ഗ്രൈൻഡ് ചെയ്യണം നമ്മൾ. بيجي خطوتين وننام هذا. ഐസ് ഏറെക്കുറെ കരിഞ്ഞ് വെള്ളമായിട്ടുണ്ടല്ലേ. വെയിറ്റ് മെഷീനാണ്. വെയിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ക്യാമറ കിട്ടത്തില്ലായിരിക്കും. ഫിൽറ്റർ എൻ്റെ മുകളിൽ വെച്ച് والله في هوا يا حبيبي. അത് കഴിഞ്ഞ് കോഫി തട്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് താഴോട്ട് വീഴും. ഗൈസ് വെറുതെ ഇരുന്നതിൻ്റെ ബോറടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ പാർക്ക് ചെയ്തതിൻ്റെ സ്റ്റേ ചെയ്തില്ല ഇവിടെ, ഇതിൻ്റെ ഈ മല കയറാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ട്, 4 പേര്. ഇന്ദ്രമാൻ ഉറക്കാണോടോ. ഞങ്ങൾ 4 പേര് ഈ മല കയറാമെന്ന് വിചാരിക്കുകയാണ്. വെറുതെ ഇരുന്ന് ബോറടിച്ചിരുന്നിരുന്നു. സമയമുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഉദാസ് ജായക മുഷ്കിൽ നീ. ഈ മല കയറാൻ പോവുകയാണ് ഞങ്ങൾ. അത്യാവശ്യം വലുതാട്ടോ, ഇത് കാണുന്ന നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുതാണ്. കയറുന്ന റിസ്ക്കാണ്. അത്യാവശ്യം ഡേഞ്ചറാട്ടോ. കല്ലൊക്കെ വന്ന് ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. നോക്കി വന്നാൽ മതിയേ. റോമിയോ, അലി താഴെ, സുഖദേവ് മേളിൽ. يا حبيبي انا ما في هوسبيتال معلوم. انا كبر بعدين انا روم. തൽക്കാലത്തെ ഫോൺ മാറ്റുകയാണ്. ഇനി ഇപ്പം മേളിൽ ഫോട്ടോ എടുക്കാം. കാരണം കയറുന്നത് ഫോണും വെച്ച് അത്യാവശ്യം റിസ്ക്കാണ്. മേളിൽ പോയിട്ട് വീഡിയോ എടുക്കാം. ഇപ്പം ഞങ്ങൾ എത്ര മേളിൽ കയറുന്ന വെച്ചാൽ ഏകദേശം ഇത്രത്തോളം കയറി. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്, അല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കാറടക്കം നോക്കി. ഇതുവഴിയാണ് വന്നത്. ഇറങ്ങുന്ന വെച്ച് പാടായിരിക്കും എന്തായാലും. കയറുമ്പോൾ അറിയത്തില്ല, ഇറങ്ങുന്ന പണിയായിരിക്കും മോനെ. ഇത് കസേര കിട്ടിയില്ലേ? അടുത്ത പ്ലാൻ അവിടെ കയറാനാണ്. ഇനി അത്രയും മേളിൽ കയറാനാണ് ഇനി പ്ലാൻ. ദൈവമേ, നമ്മുടെ കാർ നോക്കി. അടിപൊളി അല്ലേ? ഞങ്ങൾ ഏകദേശം
മുകളിലെത്തി. റോമിയോടെ അരിതോ വരുന്നേ ഉള്ളൂ. ഇതിന് മേളിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് റേഞ്ച് ഉണ്ട്, അതുകൊണ്ട് സുഹൃത്ത് വീട്ടിൽ വിളിക്കണം. ഓ വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. അത് റോഡ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിൽ കൊള്ളാം. ഞങ്ങളുടെ വണ്ടി ദേ ആ ഒരു പൊട്ടുപോലെ കാണുന്നേ, കാണിച്ചു തരാം. അവിടെ അത്ര കിടപ്പുണ്ട്. उधर भी गाड़ी खड़ा है. എണീറ്റ് അതായത് ഇപ്പം ഏകദേശം 10x വരെ സൂം ചെയ്തു. ഫൈനലി ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കയറിയ സ്ഥലം കാണിച്ചട്ടെ. ആ കാണുന്നതാണ് ഞങ്ങൾ കയറിയ സ്ഥലം. ഇനി ബജ്ജിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് വണ്ടി എടുത്ത് ബജ്ജിലേ പോവും. ബജ്ജിലവിടെ പോയി ലഞ്ച് കുക്ക് ചെയ്യും. ഓക്കെ, ഇനി ബജ്ജിലേ കാണാം. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്താണ് ഈ കാഴ്ച കാണുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് കണ്ടൊരു കാഴ്ചയായിരുന്നത്. ഒരു ആട് പ്രസവിക്കുന്ന കാഴ്ച നേരിട്ട് കാണാൻ പറ്റി. കണ്ടില്ല, ചെറിയ ആട് വീണ് പോകുന്നത്. അങ്ങനെ ആ കാഴ്ച കണ്ടതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ഗൈസ്, വീഡിയോ ചിലപ്പോൾ ലെങ്തി ആയിക്കൊണ്ട് ഞാൻ 2 പാർട്ടാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ബജ്ജിലേ പോകുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്. എന്തായാലും വന്ന സ്ഥിതിക്ക് പബ്ലിക് ടോയ്ലറ്റിൻ്റെ വൃത്തിയോടെ കാണിച്ചു തരാം. ഇവിടുത്തെ ഇതാണ് പബ്ലിക് ടോയ്ലറ്റ്. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല.